ഏകദേശം ഒരു എത്ര നാടകങ്ങൾക്കോളം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ടാവും? ഏകദേശം 500-ൽ പരം നാടകങ്ങൾക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്. എത്ര ഈ 38 വർഷം. 38 വർഷം കൊണ്ട് സിനിമയിലേക്ക് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ എന്നൊരു സൂപ്പർ സ്റ്റാർ, വിനയൻ സാറിന്റെ സൂപ്പർ സ്റ്റാറിലാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. അത് തന്നെ സാറിന്റെ 2 നാടകങ്ങൾക്ക് സംഗീതം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എന്നെ ആ ചുമതല ഏൽപ്പിക്കുന്നത്. അതിന് പുള്ളിക്ക് നല്ല കോൺഫിഡന്റ് ആയിരുന്നു, നന്നായി ഇരിക്കും എന്ന്. അങ്ങനെ അത് യേശുദാസും ചിത്രയും ഒക്കെ ആണ് അന്ന് പാടിയത്. പക്ഷെ അന്ന് പ്രസിദ്ധമായ പാട്ടുകളായിരുന്നു. അന്ന് ഭയങ്കരമായിട്ട് എല്ലാവരും വളരെ സന്തോഷിച്ച ഒരു പാട്ടുകളാണ്. എല്ലാവരും അത് ഏറ്റുപാടിയിരുന്നു. പിന്നീടും ചെയ്തു, പക്ഷെ അതൊന്നും പുറത്തു വന്നില്ല. അതുകൊണ്ടാണ്. അതിലൊരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാം. അതിലെ ഒരു കോമഡി പാട്ടുണ്ട്, അത് പാടാം. നാണപ്പ നാണം വേണ്ടപ്പ, ഇനി മുതൽ നിന്റെ ദശ തെളിയണ ഗുളിക സമയമാണപ്പ. ഇനി മുതൽ നിന്റെ ദശ തെളിയണ ഗുളിക സമയമാണപ്പ. നാണപ്പ നാണം വേണ്ടപ്പ. അങ്ങനൊരു പാട്ടുണ്ട്. പൊതുവെ അപ്പോ ഈ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്നപ്പോ അതിൽ വളരെയധികം വ്യത്യാസമുണ്ടല്ലോ, റെക്കോർഡിംഗിലാണെങ്കിലും എല്ലാത്തിലും. അതെ, വ്യത്യാസമുണ്ട്. ഒരിക്കലും വികാരങ്ങൾക്ക് വ്യത്യാസം വരുന്നില്ല. നമ്മളൊക്കെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ലിറിക്സ് തന്നിട്ടാണ് സംഗീതം ചെയ്യുന്നത്. ഇപ്പം ഇവിടെ നമ്മുടെ സലിൽ ചൗധരി സാറ് വന്നതിന് ശേഷമാണ് ഇപ്പം ഈ ട്യൂണിട്ട് എഴുതാൻ തുടങ്ങിയ പ്രവണത ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ലിറിക്സ് എഴുതിയിട്ട് ചെയ്യുമ്പോൾ ആ വികാരത്തിലേക്ക് നമ്മൾ ഒട്ടിപ്പോയാൽ മതി. പകുതി വികാരങ്ങൾ ആ ലിറിക്സിൽ തന്നെ ഉണ്ടാവും. അത് കൂടുതൽ നമുക്ക് സംഗീതം ചെയ്യാൻ എളുപ്പമാകുന്നുണ്ട്. ആദ്യം ലിറിക്സ് എഴുതിയിട്ട് സംഗീതം നൽകുന്നതിനോടാണോ അതോ രണ്ടിനോടും പൊരുത്തപ്പെട്ടു പോവുകയാണ്? പക്ഷെ ഏതാണ് കൂടുതൽ നല്ല പാട്ടുകൾ ഉണ്ടാവാൻ നല്ല പാട്ടുകൾ ഉണ്ടാകാൻ നല്ല കവിത എഴുതിയിട്ട് സംഗീതം ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്നുള്ള അഭിപ്രായക്കാരനാണ്. കുറച്ചുകൂടെ അർത്ഥവത്തായ പാട്ടുകൾ. പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് സലിൽ ചൗധരി ഇവിടെ വന്നപ്പോൾ ചെയ്ത എല്ലാ പാട്ടുകളും ട്യൂണിട്ടിട്ടാണെങ്കിൽ പോലും വളരെ നല്ല പാട്ടുകളായിരുന്നു. ഇപ്പം പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ അരയൻ തോണിയിൽ പോയാലേ അവന് കാവല് നീ വേണം. അപ്പം എന്ത് ട്യൂണിട്ടാലും ഇത് എഴുതി തരുന്നതിന് ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. ആ എഴുതി തരുന്നത് ആ സിറ്റുവേഷനുമായിട്ട് ഒക്കുമ്പോഴാണ്, ആ ട്യൂണുമായിട്ട് പൊരുത്തപ്പെടുമ്പോഴാണ് നല്ല ഗാനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇന്ന് സിറ്റുവേഷൻസ് ഇല്ല, അതിനുള്ള മുഹൂർത്തങ്ങൾ വളരെ കുറവാണ്. പാട്ടിനു വേണ്ടി അല്ലെങ്കിൽ ഒരു 2 വ്യക്തികൾ തമ്മിൽ കാണുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു വികാരത്തിന് പെട്ടെന്ന് തോന്നുന്ന ഒരു ലിറിക്സാണ് ഇന്ന് നമ്മൾ പാട്ടുകളായിട്ട് വരുന്നത്. അത് തന്നെ വിഷ്വലൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ കൂടുതലും വിഷ്വൽസിന് വേണ്ടിയിട്ടാണ് പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ അതിനെപ്പറ്റി സംവിധായകൻ പറഞ്ഞിട്ട് ആ ഒരു മൂഡ് കൂടെ ഇപ്പൊ കണക്കാക്കിയാണ് ഇപ്പൊ പാട്ട് ചെയ്യുന്നത്. സർ നേരത്തെ പറഞ്ഞു നാടകത്തിന് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനാണ് കൂടുതൽ പ്രാധാന്യം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുന്നതാണോ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട്, അതോ നോർമലി പാട്ടുകൾക്ക് സംഗീത സംവിധാനം ചെയ്യുന്നതാണോ? പശ്ചാത്തല സംഗീതം ചെയ്യുന്നത് തന്നെ ബുദ്ധിമുട്ട്. കാര്യം ആ ഭാവങ്ങൾ സംഗീതത്തിലൂടെ കൊണ്ടുവരണല്ലേ. സംഗീതം പഠിച്ച ആർക്കും ഒരു ലിറിക്സ് എടുത്തിട്ട് സംഗീതം ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് എന്ത് ഓർക്കസ്ട്ര വേണം, അത് ഏത് താളത്തിലായിരിക്കണം, അതിന്റെ ഇന്ന താളം വന്നാൽ ഇന്ന എഫക്റ്റ് ഉണ്ടാകും എന്നെല്ലാം കാണാനുള്ള ഒരു കഴിവ് വേറെ വേണം. അപ്പൊ അതുകൊണ്ട് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇപ്പോ സംഗീത സംവിധാനത്തിൽ നിന്ന് വളരെയധികം ബഹുമതികൾ കിട്ടിയിട്ടുണ്ടല്ലോ. ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന്. 1992 ആദ്യമായിട്ട് എനിക്ക് സ്റ്റേറ്റ് അവാർഡ്, നല്ല നാടക സംഗീത സംവിധായകനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഒരു 4 പ്രാവശ്യം കൂടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 5 പ്രാവശ്യം നല്ല സംഗീത സംവിധായകനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സാർ ഇത്രത്തോളം വർഷം നാടക രംഗത്ത് നിൽക്കാണല്ലോ. ഈ നാടക രംഗത്ത് എത്രത്തോളം സ്ട്രഗിൾ സാറിന് വേണ്ടി വന്നിട്ടുണ്ട്? അത് വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഒക്കെ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്.
വളരെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇതിന്റെ അകത്ത് ഇത്രയും വർഷം നിലനിൽക്കാൻ കഴിഞ്ഞത്. ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കുകയാണ്. ഇപ്പം എന്നോടൊപ്പം വന്ന അല്ലെങ്കിൽ എന്റെ കൂടെ സഹകരിച്ച പലരും സിനിമയിലൊക്കെ വരികയും അവരൊക്കെ നല്ല രീതിയിലാകുകയും ഇത്തിരി കാറും അതുപോലെയുള്ള ആഡംബര വസ്തുക്കളും ഒക്കെ മേടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ MG സോമൻ എന്ന് പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ച് നാടകത്തിന് സഹകരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഇപ്പം മരിച്ചുപോയി. അപ്പൊ അങ്ങനെ ഉന്നതന്മാരായ പല നടന്മാരോടൊപ്പം ഞാൻ നാടകത്തിൽ പോയിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അത് പിന്നെ ഓരോരുത്തരുടെ ഭാഗ്യവും നിർഭാഗ്യങ്ങൾ പോലിരിക്കും അവിടുത്തെ കാര്യങ്ങൾ. പക്ഷെ ഇത് വളരെ കരുതലോടെ നമ്മൾ മുന്നോട്ട് പോയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇതിന്റെ അകത്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. നാടകവേദികളിൽ നിന്ന് വേണ്ടത്ര അംഗീകാരം ഇന്ന് കലാകാരന്മാർക്ക് കിട്ടുന്നില്ല. അവർക്ക് പ്രതിഫലമാണെങ്കിലും ഒരു ഉപജീവന മാർഗമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ സാറിന് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അത് ശരിയാണ്. കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇന്നത്തെ കാലത്തൊരു സിനിമയിലെ ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ആ ഒരു ബഹുമാന്യത പോലും ഒരു നാടകക്കാരന് കിട്ടുന്നില്ല. പുറത്തൊക്കെ ആണെങ്കിൽ വേൾഡിൽ മറ്റു രാജ്യങ്ങളിൽ നാടകക്കാർക്കാണ് പ്രഥമ സ്ഥാനം. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ നാടകത്തിന് പോകുന്നവർക്ക് നാടക ട്രൂപ്പിന് തന്നെ വേണ്ട സാമ്പത്തികം കിട്ടാറില്ല. ഉത്സവപ്പറമ്പുകളിൽ ഉത്സവപ്പറമ്പാണ് നാടകത്തെ നിലനിർത്തുന്നത്. പണ്ട് ഫൈൻ ആർട്സ് ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. അത് ഈ ടിവിയുടെ അതിപ്രസരം വന്നതോടുകൂടി ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ടിവിയിലിരുന്നാണ് സംസാരിക്കുന്നതെങ്കിലും ഓരോ വീടുകളിലും ടിവി വന്നപ്പോൾ ഫൈൻ ആർട്സ് ഒക്കെ ഇങ്ങനെ നിന്നുപോയി. ആരും തിയേറ്ററിലേക്ക് നാടകം കാണാൻ വരാതായി. പിന്നെ ഏക ആശ്രയം ഉത്സവമാണ്. അപ്പോൾ ആ ഉത്സവക്കാർക്ക് ഒരു പരിമിതിയുണ്ട്. അതിൽ കൂടുതൽ അവർക്ക് സാമ്പത്തികം എടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ നാടകത്തിലേക്ക് ആളുകൾ വരാൻ, പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വരാൻ മടിക്കുകയും, അതിനല്ല നാടകത്തിൽ വരുന്ന അവർക്ക് വേണ്ട പബ്ലിസിറ്റി ഇല്ല. അതേസമയം ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ഒരു പെട്ടിക്ക് ആണായാലും പെണ്ണായാലും അവരെ പെട്ടെന്ന് പ്രേക്ഷകൻ തിരിച്ചറിയും. ഇപ്പൊ ആലപ്പി വിവേകാനന്ദൻ ഇവിടെ എതിലേ പോയി നടന്നു പോയാലും ആരും അറിയില്ല. 10-50 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഒരു സിനിമയിലോ സീരിയലിലോ അഭിനയിക്കുന്നവർ പെട്ടെന്ന് തിരിച്ചറിയും. സാറ് നാടകം തുടങ്ങിയ കാലത്ത്, അതായത് 70കളിലും നാടകത്തിന്റെ അവസ്ഥ ഇതിൽ നിന്ന് വളരെ നല്ല ഒരു അവസ്ഥയിലായിരുന്നല്ലോ. നല്ല, അന്ന് ദാരിദ്ര്യം കൂടുതലുള്ള സമയമായിരുന്നു. ഏറെ ദാരിദ്ര്യം കൂടുതലുള്ള സമയമായിരുന്നു. അപ്പോ ദാരിദ്ര്യം കൂടുതലുള്ള വീടുകളിൽ നിന്നാണ് അന്ന് നടികളും ഒക്കെ വന്നിട്ടുള്ളത്. അന്നൊരു വലിയ വീട്ടിൽ നിന്ന് ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റും വന്നിട്ടില്ല. ജീവിക്കാൻ അതും ടാലന്റ് ഉള്ളവർ ആണ് വരുന്നത്, അതുകൊണ്ടാണ് അയക്കുന്നത്. പക്ഷെ അതിൽ ആ ദാരിദ്ര്യവും കൂടെ ഉണ്ട്. അപ്പൊ ഒരുപാട് നാടകങ്ങളുടെ കൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയല്ലേ? എന്തെങ്കിലും 30 വർഷം നാടക ട്രൂപ്പിന്റെ കൂടെ തന്നെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പൊ എന്തെങ്കിലും രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ഷെയർ ചെയ്യാമോ? രസകരമായ അനുഭവം ഉണ്ട്. ഈ ബ്രഹ്മാനന്ദനൊക്കെ ഉള്ള ആ വർഷമാണ് ഞങ്ങൾ ട്രൂപ്പ് മൂവ് ചെയ്യണം. അപ്പം പലയിടത്തു നിന്നാണ് പെൺകുട്ടികൾ വരുന്നത്. ആലപ്പുഴയിൽ നിന്നൊരു രാധാമണി, ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു രാജമ്മ. അപ്പം ഈ ആലപ്പുഴയിൽ നിന്ന് വരേണ്ട രാധാമണി ഇച്ചിരി താമസിച്ച കാരണം ട്രൂപ്പും കായംകുളത്ത് മൂവ് ചെയ്യാൻ താമസിച്ചു. ഞങ്ങൾ വണ്ടി വിട്ട് അങ്ങ് പോയിട്ട് ചങ്ങനാശ്ശേരി ചെന്നപ്പം രാജമ്മ നിൽക്കാമെന്ന് പറഞ്ഞെടുത്തില്ല. അപ്പം പറഞ്ഞ് അവിടെ അന്ന് സർക്കസ് നടക്കുന്നുണ്ട്, അവിടെ പോയി കാണുമെന്ന് പറഞ്ഞു. അപ്പം ഇവിടുന്ന് മാനേര് സർക്കസ് കമ്പനി അവിടെ ചെന്ന് ചനമണ് ചെയ്ത് ഇങ്ങനൊരു നാടക ആർട്ടിസ്റ്റ് രാജമ്മ ഇവിടെ സർക്കസ് കാണാൻ വന്നിട്ടുണ്ട് എന്ന് ഭാരവാഹികൾ പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടി ഇവിടെ തയ്യാറായി നിൽക്കുന്നു, ചെല്ലണം. പിന്നെ അവരെയും ഇറങ്ങി വന്നു, അവരെയും കൊണ്ട് പിന്നെ വീണ്ടും പോവുകയാണ്. അപ്പൊ ഏകദേശം സന്ധ്യ 7 മണിക്ക് നടക്കേണ്ട ഫൈൻ ആർട്സിന്റെ നാടകമാണ്. മൂവാറ്റുപുഴയിലാണ് നാടകം. കോട്ടയത്ത് നിന്ന് ശങ്കുണ്ണിയാണ് അതിന്റെ ശബ്ദവും ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് തരേണ്ടത്. അവിടെ ചെന്നപ്പോൾ ശങ്കുണ്ണി കടയടച്ചങ്ങ് പോയി. അയാളെ വീട്ടിൽ പോയി വിളിച്ചോണ്ട് വന്ന് ഈ സാധനമൊക്കെ പെറുക്കി വീണ്ടും മൂവാറ്റുപുഴയ്ക്ക് മൂവ് ചെയ്യാണ്. അപ്പം കൊച്ചിയിൽ നിന്ന് വരുന്ന 2-3 ആർട്ടിസ്റ്റുകൾ നേരത്തെ അവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് വളരെ അന്തസ്സായിട്ടൊക്കെ വിട്ടിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുകയും അവര് തിയേറ്ററിന്റെ ഗേറ്റ് അങ്ങ് പൂട്ടിക്കളഞ്ഞു. അപ്പോ അതിൽ നിന്ന് സെക്രട്ടറി ഇറങ്ങിയ ഉടനെ ഒറ്റ അടിയാണ്. സെക്രട്ടറിക്ക് ഒരു അടി കിട്ടി.
ബാക്കി സെറ്റൊക്കെ ഇറക്കി തിയേറ്ററിനകത്ത് വെച്ച് പൂട്ടി എന്നിട്ട് പറഞ്ഞ് പോക്കോളാൻ പറഞ്ഞു. അപ്പൊ പോകുന്ന വഴി ചെങ്ങന്നൂരിലൊരു വണ്ടി ഉല്ലാസ് ട്രാവൽസ് എന്ന് പറയാം. അപ്പൊ ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അപ്പം ട്രൂപ്പിന്റെ മാനേജരും അതിന്റെ അകത്ത് കുറെ ആർട്ടിസ്റ്റുകളായിട്ട് ഒരു ഓട്ടോ അന്ന് ഒരു വേറൊരു വണ്ടി പിടിച്ചെങ്കിൽ പോകുന്നു. ഞാൻ വണ്ടിയുടെ അകത്ത് കിടന്നുറങ്ങിപ്പോയി. പിന്നെ പിറ്റേ ദിവസം വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കി. അപ്പൊ പിന്നെ വണ്ടിക്കാരനോട് പൈസ മേടിച്ചിട്ടാ പോയത്. പിന്നെ സാറിന്റെ കുടുംബത്തെ കുറിച്ച്? ഭാര്യ രാധാമണി, 5 പെൺകുട്ടികൾ, ജയശ്രീ, ജ്യോതി, ജിജി, ജിഷ, ജീമ, 5 പേര്. 5 പേരും വിവാഹിതരാണ്. 5 പേർക്കും കുട്ടികളുണ്ട്. 7 പേരെ കുട്ടികളുണ്ട്. 5 പേർക്കും കൂടെ. ആരെങ്കിലും കലാരംഗത്തേക്ക്? എല്ലാരും ടാലന്റുള്ള. ഈ 4ാമത്തെ മോള് ജിഷ 1 വർഷം KPSCയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഫാസാറുള്ളപ്പം മൂലധനം എന്ന് പറഞ്ഞ നാടകത്തിൽ 2 ഒരാണും 1 പെണ്ണും വേണമായിരുന്നു നാടകം. അപ്പം ആരെയും കിട്ടാൻ നിർവാഹമില്ല. ആരും കുട്ടികളെ നാടകത്തിന് അയക്കത്തില്ല. അപ്പം കരുനാഗപ്പള്ളിയിലൊരു സഖാവിന്റെ ഒരു ചെറുക്കനും ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഫാസാറിനോട് പറഞ്ഞു ഞാൻ എന്റെ മോളെ കൊണ്ടുവരാന്ന് പറഞ്ഞു. അതിന് 2 പിള്ളേരെയും കൊണ്ടുവന്നു. ജിഷയും അതിന്റെ ഇളയത് ജീമയും കൂടെ കൊണ്ടുവന്നു. പക്ഷെ ജിഷയ്ക്കാണ് കുറച്ചുകൂടെ ടാലന്റ്. അപ്പൊ അങ്ങനെ ജിഷ 1 വർഷം KPSCയിൽ മൂലധനത്തിൽ അഭിനയിച്ചു. അങ്ങനെ നല്ല ആർട്ടിസ്റ്റ് 1 വർഷം മുഴുവൻ ബോംബെയിലൊക്കെ പോവുകയും കളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ 3ാമത്തെ പെൺകുട്ടി ഡാൻസ് പഠിച്ചിറങ്ങേറിയിരുന്നു. 2ാമത്തെ കുട്ടി പാടും. പക്ഷെ ആരെയും ഇതൊരു പ്രൊഫഷണൽ രീതിയിലേക്ക് വിട്ടില്ല. സാറിന്റെ വൈഫ് ഹൗസ് മെയ്ഡാണ്. അമ്മാവന്റെ മകളായിരുന്നു. സ്നേഹവിവാഹമാണ്. അമ്മാവന്റെ മോളായിട്ടും പ്രണയവിവാഹമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് കലാകാരനൊന്നും ആരും പെണ്ണ് കൊടുക്കത്തില്ല, പെണ്ണ് കിട്ടത്തില്ല. അത് 66-ലാണ് എന്റെ വിവാഹം. അന്ന് 19 വയസ്സേ ഉള്ളൂ എനിക്ക്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ വിവാഹം. സാറിന് ഒരിക്കലും സിനിമയിലൊക്കെ ചെയ്യണം എന്ന് തോന്നിയിട്ടില്ലേ? അത് ശ്രമിച്ചില്ല. അതെന്ന് പറഞ്ഞാല് ഈ കുടുംബം തന്നെയാണ് കാര്യം. ഈ ഒന്നാമത് നമുക്കിപ്പോ ആരെങ്കിലും നമ്മളെ പുഷ് ചെയ്യാൻ വേണമെന്നെങ്കിൽ ഒന്ന് വിട്ടു നിന്നിട്ട് ചെയ്യുമ്പോൾ വിനയൻ സാബ് തന്നെ പറഞ്ഞിരുന്നു, വരട്ടെ ഞാനത് അവസരം വരട്ടെ തരാം എന്ന് പറഞ്ഞു. എനിക്കറിയാവുന്നൊരു അറിയാവുന്നൊരു സംവിധാനമാണ് പുള്ളി. അപ്പൊ പുള്ളിയോട് ചോദിക്കും, കാണുമ്പോൾ ഒന്ന് സൂചിപ്പിക്കും. അപ്പം പറയും വരട്ടെ വിവാനത എന്ന് പറയും. പിന്നെ അടുത്താണ് ഫാസിൽ സാറൊക്കെ താമസിക്കുന്നത്. ഞാൻ ഇന്നുവരെ കാണാൻ പോയിട്ടില്ല. എനിക്കൊരവസരം തരണം, എനിക്ക് സംഗീതം ചെയ്യാൻ അറിയാം, ഒരവസരം തരണം എന്ന് പറഞ്ഞ് പോയിട്ടില്ല. അങ്ങനെ ആരെയും സമീപിച്ചില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറകെ നടന്നാൽ നമ്മുടെ കുടുംബം വേറൊരു തരത്തിലായിപ്പോ. ഇപ്പൊ ഇന്ന് കാണുന്ന രീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ലായിരുന്നു. ഭാഗ്യമാണ്, അത് എപ്പോ കിട്ടുമെന്നും പറയാൻ പറ്റില്ല. ഭാഗ്യം തേടി പോവുക, അത് നമുക്ക് ഇവിടെ ഒരു ഭാഗ്യമുണ്ട്, അത് കളഞ്ഞേച്ചും പിന്നെ വേറൊരു ഭാഗ്യം തേടിപ്പോയാൽ ചിലപ്പം അതും ഇല്ല ഇതും ഇല്ലാതായിപ്പോ. അതുകൊണ്ടാണ് അതിന് ശ്രമിക്കാതിരുന്നത്. പിന്നെ ചിലപ്പം ഇനിയും എനിക്ക് നല്ല ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട് ഏത് തരത്തിലുള്ള ട്യൂൺ ചെയ്യാൻ എനിക്ക് കഴിയുമെന്നുള്ളത്. ഇനിയും അവസരം കിട്ടും സിനിമയിൽ നിന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഇനിയും അവസരം കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന് വളരെ താങ്ക്സ്. നന്ദി. നന്ദി.